റളിയല്ലാഹു തആല ഗർഭിണിയാവുകയാ. ആദ്യമായിട്ട് ഖദീജ ഗർഭിണിയാകുമ്പോ സന്തോഷം പറയാറില്ലല്ലോ, സന്തോഷം പറയാറില്ലല്ലോ. ആ കുടുംബത്തിന്റെ സന്തോഷം എത്രയോ വലുതായിരിക്കും ചെറുപ്പക്കാരാ. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാ. 40 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചത്, അപ്പോഴല്ലേ മുത്തുനബിയിലൂടെ ഗർഭിണിയായത്. ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. അങ്ങനെ 9.5 മാസം കഴിഞ്ഞു. അല്ലാഹു അവിടുന്നൊരു പൊന്നുമോനെ കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. ഇബ്രാഹിം എന്ന് പേരിട്ടു, ഇബ്രാഹിം എന്ന് പേരിട്ടു. അല്ലാഹുവേ, രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന് താഴെ വെക്കാതെ രണ്ടുപേരും ഇങ്ങനെ വളർത്തുകയാ. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹുവേ പാല് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. 1 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോനെ അങ്ങ് തിരിച്ച് വിളിക്കുമ്പോ അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാ. തന്റെ പൊന്നാര മകൻ മരിച്ചു പോയപ്പോ റസൂലുള്ളാഹിക്ക് പോലും താങ്ങാൻ പറ്റിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലും ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുമ്പോ മുത്തുനബി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി ഇരുന്ന് കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറുതെ പറയുന്നതല്ലല്ലോ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് പറഞ്ഞു, ഖദീജ, കരയല്ലേ ഖദീജ, കരയല്ലേ ഖദീജ. ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കാനുള്ള ആൾക്കാരെ പോലും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിയോഗിച്ചു കളഞ്ഞു. ഖദീജ, കരയല്ലേ ഖദീജ. നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നമ്മുടെ പൊന്നുമോനെ നമുക്ക് കാണാമല്ലോ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു മോനല്ല, ഒരു മോളല്ല, അല്ലാഹുവിന്റെ പ്രവാചകനെ ജീവിച്ചിരിക്കുമ്പോ എത്ര മക്കളുടെ മയ്യത്താ ഖബറടക്കിയതെന്നറിയോ? ഒരെണ്ണമല്ല സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ എത്രയോ മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. സ്വന്തം മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തലവേദന വന്നാ സഹിക്കാത്ത വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ എത്ര മക്കളുടെ മയ്യത്തിന്റെ മുകളിലാ മണ്ണ് വാരിയിട്ടത്. സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ മുത്തുനബിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നീ ബദർ യുദ്ധത്തിന് വരണ്ട, തന്റെ പൊന്നാര മകള് സുഖമില്ലാതെ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, പ്രവാചകൻ അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നബിയേ, ജന്നത്തുൽ ബഖയിലേക്ക് പോ നബിയേ. പൊന്നുമോളുടെ മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓടിച്ചെല്ലുമ്പോ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിരിക്കുകയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാണണോ നബിയേ, കാണണോ നബിയേ? മുത്തുനബി പറഞ്ഞത് ഖബറടക്കിക്കൊള്ളാറ് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോലും അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാണ്
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഒരു സഹാബി വരുമ്പോ ഒരു ചെറിയ മകനെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു. പ്രവാചകൻ ആ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവാചകൻ ആ സഹാബിയുടെ മകനോട് തമാശ പറയുമായിരുന്നു. പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിൽക്കുമ്പോ വാപ്പ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനെവിടെ? വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? അല്ലാഹുവേ, നിങ്ങളുടെ പൊന്നുമകൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സമാധാനിപ്പിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പയ്ക്കും താങ്ങാത്ത കാര്യമാ, ഒരു ഉമ്മയ്ക്കും താങ്ങാത്ത കാര്യമാ. പക്ഷേ ക്ഷമിച്ചല്ലേ പറ്റൂ. അല്ലാഹു അതിന് പകരം സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അവസാനമായിട്ട് അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങള് പടച്ചവനെ രോഗങ്ങളാണ്. ക്യാൻസർ വരുമല്ലോ, ട്യൂമർ വരുമല്ലോ, കിഡ്നി തകരുമല്ലോ, ശരീരം തളരുമല്ലോ, നട്ടല്ലൊടിയുമല്ലോ. പടച്ചവനെ രോഗം പിടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ രോഗികളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട് അവന് ചെയ്തു കൂട്ടിയതിന് പാപത്തിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, രോഗം അല്ലാഹു ഒരടിമയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ക്യാൻസർ രോഗമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രോഗം വരരുതെന്നാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് ആ രോഗം വരരുതെന്നാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ക്യാൻസർ രോഗം പിടിച്ച മനുഷ്യനുണ്ടല്ലോ, നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് ആ ക്യാൻസർ പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത് അല്ലാഹുവേ ക്യാൻസർ തരരുതെന്ന. എന്നാ കേട്ടോ, ക്യാൻസർ രോഗം പിടിച്ച ഒരു മനുഷ്യന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇത് വരാത്തവൻ പറയുവത്രേ, എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ക്യാൻസർ 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. ഈ രോഗം വന്ന് മരിച്ചവന് ഷഹീദിന്റെ കൂലിയ. നാളെ ഒരു ശുഹദാഇന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്ന. നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ ക്യാൻസർ രോഗം പിടിച്ചവനെടാ, നീ ഒരുപാട് വേദന അനുഭവിച്ചവനല്ലേടാ, നിന്റെ പാവക്ക് അല്ലാഹു പുറത്തു നിൽക്കുന്നു, പോടാ കയറി സ്വർഗത്തിൽ. ക്യാൻസർ രോഗം പിടിച്ചവന് കടന്ന് നരകിച്ചതാ. കിടന്ന കിടപ്പി കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോ നമ്മളൊക്കെ പറയും, ഓനൊക്കെ കളിയാക്കും, എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്ന് ദുആ ചെയ്യും. അവൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? അവൻ ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കാം. ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കാം. മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന രീതിയിൽ അവൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗങ്ങളും ഞാൻ ഇപ്പോൾ വരുമ്പോഴും ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ, ദുആ ചെയ്യ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ പഠിച്ചവൻ എവിടെയും വാതിന് വരും, ഉസ്താദ് നാളെ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകാൻ ദുആ ചെയ്യാൻ. അല്ലാഹു ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുമോ? അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു നമുക്ക് തരുമെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു നമ്മുടെ ഈമാൻ
അളക്കുന്നതിന് വേണ്ടിയായി ഈ പരീക്ഷണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാം. നമ്മുടെ ഈമാൻ അള്ളാഹുവിലേക്ക് നമുക്ക് നമ്മുടെ പടച്ച റബ്ബിലേക്ക് മടങ്ങാം. നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാം. അള്ളാഹുവിൻ്റെ ഗൈബിയായ സഹായം നമുക്ക് ചോദിച്ചു വാങ്ങാം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്ത് മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ വേണം, അള്ളാന്റെ സഹായം വേണം. പടച്ച റബ്ബിന്റെ സഹായമില്ലാതെ നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ലാ യദ്ഖുലൂനൽ ജന്ന. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവിടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരാൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല, ഇബാദത്ത് കൊണ്ട് കടക്കാൻ പറ്റൂല. അതിനല്ലേ ചരിത്രം പറഞ്ഞത് ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തേ. 500 കൊല്ലം. ഞാനും നിങ്ങൾ ഒരു ദിവസം പോലും ചെയ്യണില്ല. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കടലിൽ ആ വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. ഉറങ്ങാറില്ല. ഒരു റുമ്മാമ്പഴം കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ നാളെ അള്ളാഹുടെ കോടതി ചെല്ലുമ്പോ അള്ളാഹു പറയുന്ന ചങ്ങാതി വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിൽ പൊക്കോ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് പറയാ നീ വേണമെങ്കിൽ എന്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിൽ പോക്കോ. ഈ ചങ്ങാതി പറയത്ര അള്ളാഹുവേ 500 നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. 500 കൊല്ലം രാവും പകലും ഒരൊറ്റ റൂമാമ്പഴവും പച്ചവെള്ളവും കുടിച്ചിട്ട് രാവും പകലും 500 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തവനാ. ഈ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാൽ മതി. ഓൻ വലിയ കാര്യത്തിൽ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയാം അളന്നു നോക്കാൻ. അവിടെ അമലുകൾ അളന്നു നോക്കി, ഒന്നുമില്ല. അവസാനം 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നുപോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവും ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ 5 കാര്യം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 5 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. സമയം ഏകദേശം 11:30 ആകാറായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 5 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. എന്ത് വേണം? നിങ്ങൾ ഇരുന്ന് ഞാൻ പറയും. ഒരൊറ്റ കാര്യം, ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്ട് ഒരു സദക്ക എടുക്ക്. ബക്കറ്റ് എടുക്കറോ? എല്ലാവരും ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിന്റെ അകത്തിട്ടൊരു സദക്ക ഇട്. ആ സദക്കത്ത് റദ്ദുൽ ബല. ഞാൻ ഇത്രയും നേരം ഒരു 6-7 പരീക്ഷണങ്ങൾ പറഞ്ഞു. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നാ ക്ഷമിച്ച സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് ആരാപ്പ ക്ഷമിക്ക? എടാ പൈസ കടവായി കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുക അല്ലേ? കടവായി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ കച്ചവടം തകർന്ന തൂങ്ങിച്ചാവുക, വിഷമടിക്കുക. ആർക്കാപ്പ ഈമാനുള്ളത്? മൊത്തം തകർന്നു പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബക്കറ്റിന്റെ അകത്തേക്ക് മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്ട ആ സദക്കത്ത് റദ്ദുൽ ബല. അള്ളാഹു നിന്റെ വിപത്തുകൾ മുഴുവനും തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണു നിന്റെ ശരീരത്തിലുണ്ടോ? എടാ, അത് അത്ര നല്ല രോഗമല്ല. ഈമാൻ നമ്മളെ കൊണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ടതാ. അള്ളാഹുബെ പടച്ചവന് മുഖത്തിന്റെ മാംസം നഷ്ടപ്പെട്ടു പോയൊരു സഹോദരൻ, ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്ന സഹോദരൻ കാണാൻ പോയപ്പോ അള്ളാഹു എവിടെ നിന്ന് ഭാര്യ കൈക്കിനെ കെട്ടിയിട്ടിരിക്കുക. ചോദിക്കുമ്പോൾ പറയാ, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കും ഉസ്താദ്, വേദന സഹിക്കാൻ പറ്റണില്ല. പലരും ആത്മഹത്യ ചെയ്തു പോകുന്നു. അള്ളാഹുവെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ വന്നുപോയ വല്ലാത്ത പ്രയാസമാ സഹോദര. ആ സദഖത്ത് റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ ബക്കറ്റിന്റെ അകത്തിട്. നിന്റെ സർവ്വ ഷർറും മാറാൻ, നിന്റെ സർവ്വ മുസീബത്തുകളും മാറാൻ, നിന്റെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, എല്ലാ സിഹറും മാറാൻ മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദഖ. അപകട മരണങ്ങൾ, എത്രയോ അപകട മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുമ്പോൾ, ഒരാൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് അവന്റെ തലയിൽ വലത് കൈ വെച്ചിട്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് വലത് കൈ തലയിൽ വെച്ചിട്ട് ഖുർആനിലെ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ആ യാത്രയിൽ അവൻ അപകടമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്ത് തലയിൽ കൈവച്ച് ഓതിയിട്ട് വാഹനത്തിൽ കയറിയ അന്ന് നിനക്ക് അപകട മരണം ഉണ്ടാകില്ല ആ യാത്രയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഭക്ഷണം തന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഖുർആനിലെ ഈ 2 ആയത്ത് ഓതിയ അള്ളാഹു മരിക്കുന്ന കാലം വരെ അവന് പട്ടിണി കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 2 ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ ആയത്ത് ഓതി പഠിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ നൽകു. അള്ളാഹുവേ, പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ സിർറുകളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാന്. അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. കടക്കാരായി മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹുവേ, ഇവരുടെ സ്വത്തിനും ഇവരുടെ സമ്പാദ്യത്തിനും ഇവരുടെ വീടിനും ഇവരുടെ കുടുംബത്തിനും ഈ സദഖ കൊടുക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള 5 നല്ല വഴികൾ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഞാൻ പറയുന്നത് ഹദീസല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ 5 നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? ഫൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണ ലഭിക്കാറ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാറ്, അല്ലാഹുവിന്റെ സഹായം ലഭിക്കാറ്, അല്ലാഹുവിന്റെ കാവലുണ്ടാകാറ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന 1ാമത്തെ വഴി എന്തെന്നറിയുമോ? മനുഷ്യ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ സമാധാനത്തോടുകൂടി, പഠിച്ചവരെ, നീ നിശബ്ദനായിരുന്നു ആ ഖുർആൻ ഓതുന്നത് നീ കേൾക്കണേ. ആ ഖുർആൻ പറയുന്നത് നീ കേൾക്കണേ. കേട്ടാൽ നിനക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്നത് ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കുന്നവരാണ്. പക്ഷേ പരിഗണന നൽകാറില്ലല്ലോ. ഈ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഒരു പരിഗണന പോലും ഞാനും നിങ്ങളും നൽകാറില്ലല്ലോ. ആ ഖുർആനിനെ നമ്മളിൽ പലരും ബഹുമാനിക്കാറില്ല, ആദരിക്കാറില്ല, അതിന് നൽകേണ്ട പരിഗണന നൽകാറില്ല. എങ്കിലും നിങ്ങൾ ഒരു കാര്യം പഠിച്ചോ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാരി തങ്ങൾ പറയുകയാണ്, 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. താത്താമാരും കാക്കാമാരും കേട്ടോ, എല്ലാരും കേട്ടോ. 6 സമയങ്ങളിൽ എടാ സുഖമാണോ എന്ന് വെച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. പെണ്ണും പിള്ളയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടടാ, ആഫിയത്തുണ്ടോടാ ചോദിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. കള്ളുപിടിയും പെണ്ണുപിടിയും ഒന്നും ചോദിക്കണ്ട. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവന്റെ 40 കൊല്ലം ചെയ്തത് മുഴുവനും ഖത്തം ഹോഗയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ,
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ആമിന സുഖാണോടി? ഫോൺ വന്ന് സുഖമാണോടി? പോയി 40 കൊല്ലം നീ കഷ്ടപ്പെട്ടത് പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഅദിന്റെ സദസ്സിലൊക്കെ ചിലര് വണ്ടിക്കകത്ത് കയറിയ ഖുർആൻ ഇട്ടുകൊണ്ടിരിക്കും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്ന സമയത്ത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് മിണ്ടാതെ നിന്ന് നീ കേൾക്കണം. എന്താ ഖുർആൻ പറയണേ, എന്താ അതിന്റെ അർത്ഥം കേൾക്കാൻ വേണ്ടി. എന്തിനാ നീ ഖുർആൻ ഇടുന്നേ? അതുകൊണ്ടാണല്ലോ ഈ വഅദിന്റെ സദസ്സുകളിൽ ഖുർആൻ ഇടാൻ പാടില്ല എന്ന് ഉസ്താദന്മാർ പറയണേ. വഅദൊക്കെ വെച്ച് കഴിയും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നാട്ടുകാർ മുഴുവനും അവനവന്റെ ചിന്ത നടക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഇടാൻ പാടില്ല പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആനിനെ മാത്രം ശ്രദ്ധിക്കുക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ച് മാറ്റി വെച്ചിട്ട് നീ സംസാരിക്കാവൂ. തുറന്നു വെച്ചുകൊണ്ട് തന്നെ പള്ളിക്കകത്തിരുന്നിട്ട് സംസാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ, ഖുർആനെ ഒളുവില്ലാതെ തൊടാൻ പാടില്ല. എനിക്കറിയാലോ, ഖുർആൻ ഒളുവില്ലാതെ തൊടാൻ പാടില്ല. മദ്രസയെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്ത്? ഖുർആൻ തൊടാം. ആർക്ക് തൊടാം ഖുർആൻ? ആർക്കാപ്പ ഖുർആൻ തൊടാൻ പറ്റുന്നത്? ചെറിയ കുട്ടികൾക്ക്. എപ്പോ? ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. ഇപ്പൊ ഉമ്മ പറയണ്ട, ചെറിയ മക്കളോട് പറയും ഖുർആൻ എടുത്തിട്ട് വേണം. അവനെന്താ ഇൽമു പഠിക്കാനാ ഖുർആൻ എടുത്ത്? അല്ല, നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ കളിയും തമാശയും. മാതാപിതാക്കൾ പറയും ഒതുവില്ലാത്തതുകൊണ്ട് എനിക്ക് തൊട്ടുകൂടാ, ചെറിയ കുട്ടികൾക്ക് തൊടാം. ഇല്ലേ? എപ്പോ തൊടാം? അവിടെ നോക്കേണ്ടത് ചെറിയ കുട്ടികൾക്ക് ഖുർആൻ തൊടാം. എപ്പോ? അവന് പഠിക്കുന്ന സമയത്ത് തൊടാം. അങ്ങനെ മുഫസ്സിരീങ്ങൾ, മഹാന്മാര് വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഖുർആൻ കളിയല്ല. ഒതുവില്ലാതെ പോയി എടുക്കണ താത്താമാരുണ്ട്. ഒതുവില്ലാതെ പോയിട്ട് കാക്കാമാർ എടുക്കാൻ പാടില്ല. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക്, മദ്രസയിൽ ഒരു കുട്ടിക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഖുർആൻ എടുക്കാം, ഒതുവില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവൻ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒതുവില്ലാതെ എടുക്കാൻ പാടില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നു. അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നത്, ഒരുപാട് കേൾക്കുന്നതു, പള്ളിയിലെ ഖതീബ് ഓതുന്നു, ഉസ്താദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നു, പോയി പുറകെ നിൽക്കണമല്ലാതെ ആ ഓതുന്നത് എന്താണെന്ന് ഞാനോ നിങ്ങളെ ചിന്തിക്കാറുണ്ടോ സഹോദര? ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമുക്കറിയോ? നമ്മളൊക്കെ ആലോചിക്കുക. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? എപ്പോഴും സ്വർഗവും നരകവും ഒക്കെ പറയുമല്ലോ, ഈമാന്റെ കാര്യം പറയുമല്ലോ. അപ്പാ ഫാത്തിഹയുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയോ നമുക്ക്? ആര് ചോദിക്കുക? നമ്മളാ മുസ്ലിമീങ്ങൾ അല്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ, ഒരു സൂറത്തിന്റെ അർത്ഥം കാണാതെ അറിയണ എത്ര പേരുണ്ട് നമ്മളിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗതികേട് നമ്മൾ ചിന്തിക്കുക. അതാ ഖുർആൻ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ വെറുതെ അല്ല. അതുപോലെ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ പേടിച്ചിട്ട് പർവ്വതം തന്നെ പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ നമ്മൾ അതിന് ബഹുമാനമില്ല, പൊതുവില്ലാതെ എടുക്കും. അതിങ്ങനെ പൊടിയടിച്ചിരുന്നാൽ തുറന്നു പോലും നോക്കാറില്ല, പൊടി തുടയ്ക്കാറില്ല. വീട്ടിൽ ആരെങ്കിലും മരിക്കണം അതൊന്നും എടുക്കാൻ. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, അതിൻ്റെ മഹത്വം അറിയോ? എടാ ചങ്ങാതി, ആ ഖുർആൻ ഓതുമ്പോൾ ഒരു ആയത്തുകൾ, അല്ലാഹുവേ എത്ര മഹത്വമേറിയ ആയത്തുകൾ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കാത്തതുണ്ട്. 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. എന്തേ മനസ്സിലാക്കാത്ത വല്ലാത്ത അർത്ഥങ്ങൾ അതിനകത്ത്. പടച്ചവനെ, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്. സൂറത്തു തക്കാസുർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തു തക്കാസുർ, അൽഹാഖു മുത്തക്കാസുർ എന്ന് പറയുന്ന 6 വരിയുള്ള 5-6 വരി മാത്രമുള്ള ആ സൂറത്ത് ആരെങ്കിലും ഓതിയ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖുർആനിലെ ഒറ്റ സൂറത്ത് ഓതിയ സ്വർഗമുണ്ട്. ഒറ്റ ഒരു സൂറത്ത് ഓതിയ, എന്തിന് ഒരായത്തോതിയ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വർഗം വേണോ? അള്ളാന്റെ ഖുർആനിലെ ഒരായത്തോതിയാ മതി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തോതിയ എല്ലാ ദിവസവും ആരോതുന്നുണ്ടോ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാടാ, ഒരു സൂറത്തോതിയ സ്വർഗത്തിൽ പോകാം. പക്ഷെ നമ്മളിൽ ആരാ ഓതുക? എത്രയോ സൂറത്തുകൾ എനിക്കും കാണാതറിയാം, നിങ്ങൾക്കും കാണാതറിയാം. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ. പക്ഷെ ഓർമ്മയുണ്ടോ സഹോദര? ഈ ഇരിക്കണ പെണ്ണുങ്ങൾ ടിക്ടോക്കിന്റെ പുറകിലല്ല. എല്ലാത്തിനും സിനിമാ ഗാനങ്ങൾ അറിയാം, എല്ലാത്തിനും ആൽബ പാട്ടുകൾ അറിയാം. പക്ഷെ മദ്രസയിൽ പഠിച്ച വല്ലുഹയ്ക്ക് താഴോട്ടുള്ളത് എത്ര സൂറത്തുകൾ കാണാതെ ഓതാൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് മുഴുവനും പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ.
സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, വേണം നബിയെ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾക്ക് തടസ്സമായി വഴിയിൽ കിടക്കുന്ന കല്ലുകൾ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പൊടിയെടുത്ത് നീ വെളിയിൽ കളഞ്ഞ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പള്ളിയിലെ മുഅദ്ദിനെടുക്കട്ടെ എന്നല്ല, നിന്റെ കണ്ണി കണ്ട നീ എടുത്തുകള. സഹാബത്തിന് വലിയ സന്തോഷമായി. രണ്ടാമത്തെ ചോദ്യം, നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അള്ളാഹുവെ, സഹാബത്തിന്റെ എല്ലാവരും മിണ്ടായിരിക്കുക. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി ചോദിച്ചപ്പോ എല്ലാരും പറയാൻ. നരകത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. കുറച്ചുപേര് മിണ്ടാതിരുന്നു. കുറച്ച് സഹാബത്ത് പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നരകത്തിലേക്ക് എളുപ്പം പോകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കളിയാണെന്ന് വിചാരിച്ചോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് മദ്രസയിൽ വല്ലുഹായിക്ക് ഒരു ജുസുവൊക്കെ പോകട്ടെ. ആ വല്ലുഹായിക്ക് താഴെയുള്ള അല്ലെങ്കിൽ അലന്തറയ്ക്ക് താഴെയുള്ള ഒരു 10 സൂറത്തെങ്കിലും എല്ലാ മദ്രസകളിലും കാണാതെ പഠിപ്പിക്കുമല്ലോ, സമസ്തയിലൊക്കെ പഠിപ്പിക്കുമല്ലോ. എത്ര എണ്ണം മറന്നുപോയി സഹോദര? ഓർമ്മയുണ്ടോ? വീട്ടിൽ പോയിട്ട് പഠിക്കട ചങ്ങാതി. നരകത്തിലടാ. ഒരൊറ്റ സൂറത്ത് മറന്നുപോയി, ഒരു സൂറത്തല്ല, ഒരായത്ത് നീ മറന്ന നരകത്തില. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ പടച്ച റബ്ബ് നിന്നെ സഹായിക്കണോ? അള്ളാഹുവിന്റെ സ്നേഹം നിനക്കും നിന്റെ കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും വേണോ? ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. തമാശയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മരണത്തെക്കുറിച്ച് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്തിനാ സഹോദര വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരിക്കുമല്ലോ, ഉസ്താദന്മാര് ഒരുപാട് സൂറത്തുകൾ ഓതുമല്ലോ. പഠിച്ചവനെ, നീ എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ അതിന്റെ അർത്ഥം അങ്ങ് ചിന്തിക്കാത്തത്? ഉസ്താദന്മാർ അർത്ഥം പറഞ്ഞു തന്നില്ലെങ്കിലും ഒരുപാട് കേട്ട് 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 നിനക്ക് പരിചയമുണ്ടല്ലോ. അൽഹാഖുമുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നവന് സ്വർഗമുണ്ട്. പക്ഷേ വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതിയാ പോരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഈ സൂറത്ത് ഓതുമ്പോ കരയണേ സഹാബാ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയടൂ. കരച്ചൽ വരുന്നില്ലെങ്കിലും കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ സഹാബാ. നിങ്ങളെ സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ ഉണ്ടല്ലോ, അൽഹാഖുമുത്തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് കരഞ്ഞുകൊണ്ട് ഓതിയാൽ, അത് ഓതുന്ന സമയത്ത് കരയുന്നവനെ പോലെ അഭിനയിച്ചാൽ അല്ലാഹു സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ആർക്കാ സ്വർഗം വേണ്ടത്? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമാക്ക ചെറുപ്പക്കാരാ. എന്റെ ഉമ്മമാര്, ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് നീ നിത്യമാക്കിയ അല്ലാഹുവേ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി മുതൽ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് ചിന്തിക്കണേടാ പൊന്നുമോരി. യാസീൻ ഓതുമല്ലോ എന്റെ ചെറുപ്പക്കാരി, യാസീൻ ഓതുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അത് ഓതുന്ന സമയത്ത് നീ ഒരുപാട് ആയത്തുകൾ പേടിക്കേണ്ട ആയത്തുണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് ഞാനൊരു ചരിത്രം പറയാ, എന്നിട്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാ. സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ട് മരിക്കണമെങ്കിൽ ഖുർആനിലെ 2 ആയത്ത് ഓതിയാ മതിയല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാർ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു.
പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു ആ ചെറുപ്പക്കാരന്. പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. ആ ചെറുപ്പക്കാരൻ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഉൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാണ്. എന്തേ ഖുർആൻ പറയുന്നത്? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുമായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ചാരകസേരയിൽ ഇരുന്ന് സുഖിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ടില്ലടാ പൊന്നുമോര്. ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ ചെറുപ്പക്കാരൻ